ഓക്കെ, നമ്മുടെ ബാച്ചിൽ ഒരു സ്റ്റുഡന്റ് കൂടെ ജോയിൻ ചെയ്തിട്ടുണ്ട്. പുള്ളിക്കാരൻ നമ്മുടെ പ്രീവിയസ് റെക്കോർഡ്സ് എല്ലാം നോക്കിക്കൊണ്ടിരിക്കുകയാണ്. നോക്കി നാളെ മുതൽ ജോയിൻ ചെയ്യും. അപ്പൊ നമ്മളിന്ന് പഠിക്കാൻ പോകുന്ന, കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിരുന്നു, എന്നാൽ ഒരു ചെറിയൊരു ഓവർവ്യൂ കൊണ്ട് തരുന്നതാണ്. ഫൗണ്ടേഷൻ ടേബിൾ ആണ് നമ്മൾ പഠിക്കുന്നത്. ഫൗണ്ടേഷൻ ടേബിൾ. ഈ ഫൗണ്ടേഷൻ ടേബിളിൽ രണ്ട് ഒബ്ജക്ട്സ് ആണുള്ളത്. ഫൗണ്ടേഷൻ ഒബ്ജക്റ്റ്, ഈ MDF ഒബ്ജക്റ്റിന് നമുക്ക് ജനറിക് ഒബ്ജക്ട്സ് അല്ലെങ്കിൽ അതിനെ MDF എന്ന് വിളിക്കും. MDF എന്ന് പറയുമ്പോൾ മെറ്റാ ഡാറ്റ ഫ്രെയിം, മെറ്റാ ഡാറ്റ ഫ്രെയിം എന്ന് പറയും. അപ്പം ഈ രണ്ട് ഒബ്ജക്ട്സ് ആണ്. ഈ രണ്ട് ഒബ്ജക്ട്സിനെ കമ്പൈൻ ചെയ്യുമ്പോഴാണ് ഫൗണ്ടേഷൻ ടേബിൾസ് എന്ന് പറയുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞിരുന്നു, ഫൗണ്ടേഷൻ ടേബിൾ ഒന്നുകൂടെ ചെയ്യാം. ഫൗണ്ടേഷൻ ടേബിൾ പുതിയ ടോപ്പിക്കാണ്. ഫൗണ്ടേഷൻ ടേബിൾസ് രണ്ട് പ്രോഡക്ട്സ് ആണ്, അല്ലെങ്കിൽ രണ്ട് സെക്ഷൻസ് ആണുള്ളത്. ഒന്ന് ജനറിക് ഒബ്ജക്റ്റ് അല്ലെങ്കിൽ MDF, പിന്നെ ഒന്നുള്ളത് ഫൗണ്ടേഷൻ ഒബ്ജക്റ്റ്. ഈ ജനറിക് ഒബ്ജക്റ്റ് അപ്പം 2016 മുന്നേ ഫൗണ്ടേഷൻ ഒബ്ജക്റ്റ് എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ് മാത്രമേ ഉള്ളൂ. അവിടെ ജനറിക് ഒബ്ജക്റ്റ് ഇല്ല, ഫൗണ്ടേഷൻ ടേബിളും ഇല്ല. 2016 ശേഷമാണ് ഈ ഒരു കോൺസെപ്റ്റ് വരുന്നത്, ഒരു മേജർ അപ്ഡേറ്റ് സംഭവിച്ചതിന് ശേഷം. അപ്പം അന്നിപ്പം 100 എണ്ണം അന്ന് ഫൗണ്ടേഷൻ ഒബ്ജക്റ്റ് ആയിട്ട് ഒരു ഒബ്ജക്റ്റ് ഉണ്ടായിരുന്നെങ്കിൽ, ഇപ്പോൾ ജനറിക് ഒബ്ജക്റ്റ് എന്ന് പറയുന്നത് ഒരു 90-ഉം ഫൗണ്ടേഷൻ ഒബ്ജക്റ്റ് എന്ന് പറയുന്നത് ഒരു 10 ഒബ്ജക്റ്റുമായിട്ട് മാറ്റിയെടുത്തു. അതായത് മെജോറിറ്റി, മോർ ദാൻ 90% ഒരു ജനറിക് ഒബ്ജക്റ്റ് ആയിട്ട് കൺവേർട്ട് ചെയ്തു. ഫൗണ്ടേഷൻ ഒബ്ജക്റ്റിൽ കുറച്ച് ഒബ്ജക്റ്റ് മാത്രം നിലനിർത്തി. ഓക്കെ ആണോ? ഓക്കെ. ഈ ഫൗണ്ടേഷൻ ഒബ്ജക്റ്റിൽ എന്തൊക്കെ നിലനിർത്തിയിട്ടുണ്ടോ അത് അതുപോലെ തന്നെയാണ് ഇപ്പോൾ സിസ്റ്റം എല്ലാ കമ്പനിയും ഉപയോഗിക്കുന്നത്. നാളെ ഒരു കാലത്ത് ഈ ഫൗണ്ടേഷൻ ഒബ്ജക്റ്റും ഒരു എടുത്തു കളഞ്ഞ് ജനറിക് ഒബ്ജക്റ്റ് ആയിട്ട് മാത്രം മാറ്റി വയ്ക്കാം. നേരത്തെ ഫൗണ്ടേഷൻ ഒബ്ജക്റ്റ് ആയിരുന്നു, ഇപ്പൊ ഫൗണ്ടേഷൻ ടേബിൾ എന്ന് വന്നു. നാളെ ഒരു കാലത്ത് ജനറിക് ഒബ്ജക്റ്റ് മാത്രമാക്കി വെക്കും. അന്നും ഫൗണ്ടേഷൻ ടേബിളും കാണത്തില്ല, ഫൗണ്ടേഷൻ ഒബ്ജക്റ്റും കാണത്തില്ല. മനസ്സിലായോ? അതിന് വരും, ഇനി വരും കാലങ്ങളിൽ വരും. എന്തുകൊണ്ടാന്ന് വെച്ച് കഴിഞ്ഞാൽ ഫൗണ്ടേഷൻ ഒബ്ജക്റ്റ്, ഫോർ എക്സാമ്പിൾ ഫൗണ്ടേഷൻ ഒബ്ജക്റ്റിനെ നമ്മൾ കൈകാര്യം ചെയ്യുന്നത് XML എന്ന് പറയുന്ന ഒരു ലാംഗ്വേജ് വെച്ചാണ്, ലാംഗ്വേജ് പേജ് വെച്ചാണ്. എക്സ്റ്റെൻസീവ് മാർക്കപ്പ് ലാംഗ്വേജ് എന്ന് പറയുന്ന ലാംഗ്വേജ് വെച്ചാണ് ചെയ്യുന്നത്. ആ പേജിലാണ് ചെയ്തുകൊണ്ടിരുന്നത്. പക്ഷെ അതിൻ്റെ അകത്ത് നമ്മൾ പുതിയതായിട്ടൊരു കാര്യം ഉണ്ടാക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് ടൈം കൺസ്യൂം ചെയ്യും, ഒരുപാട് തലവേദന എടുത്ത പരിപാടി ആയതുകൊണ്ട് കുറച്ചും കൂടെ എളുപ്പമാക്കാൻ വേണ്ടിയാണ് ഒരു ജനറിക് ഒബ്ജക്റ്റ് എന്നൊരു കോൺസെപ്റ്റ് കൊണ്ടുവന്നിരിക്കുന്നത്. നമ്മളിത് പഠിക്കും, നമ്മളിത് XML പേജ് എന്താണെന്നും ഇതെല്ലാം ഇവിടെ തന്നെ പഠിക്കും. XML പേജ് എന്തെങ്കിലും പഠിക്കാൻ കാര്യങ്ങൾ ചെയ്യും. അപ്പം അതിന്റെ ചെറിയൊരു എക്സാമ്പിൾ മാത്രമാണ് ഈ ടേബിൾ വെച്ചിരിക്കുന്നത്. ഈ ടേബിളിൽ സൂക്ഷിച്ച് നോക്കിയാൽ മതി, ഓർഗനൈസേഷനുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ലൊക്കേഷൻ ഗ്രൂപ്പ് ജിയോസും, പേയുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഫ്രീക്വൻസി എന്ന് പറഞ്ഞാൽ മന്ത്ലി പേയ്മെന്റ് ആണോ, ആനുവലി പേയ്മെന്റ് ആണോ, വീക്ക്ലി പേയ്മെന്റ് ആണോ. ഇപ്പം US-ലൊക്കെ ആണെങ്കിൽ വീക്ക്ലി പേയ്മെന്റ് അല്ലേ, അങ്ങനത്തെ പേയ്മെന്റ്. പേ ഗ്രേഡ്, ഇപ്പൊ ഞാനും സുരാഗും വർക്ക് ചെയ്യുന്ന കമ്പനിയിൽ തന്റെ പേ ഗ്രേഡ് 15-ഉം എന്റെ പേ ഗ്രേഡ് 16-ഉം ആയിരിക്കും. അതനുസരിച്ചല്ലേ സാലറിയുടെ വ്യത്യാസം വരുന്നത്. പേ റേഞ്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ സുരാഗ് ഒരു കമ്പനിയിൽ ജോയിൻ ചെയ്യാൻ പോകുന്ന സമയത്ത് തനിക്ക് വേണ്ടി വച്ചിരിക്കുന്ന ജോബിന് ആക്ച്വലി 3 തരം സാലറി കാണും: മിനിമം, മിഡില്, മാക്സിമം. തന്റെ ആ ജോലിയിൽ മിനിമം ഇത്ര ശമ്പളമാണെന്നും മീഡിയമായിട്ട് ഇത്ര ശമ്പളമാണെന്നും മാക്സിമം ആയിട്ട് ഇത്ര ശമ്പളമാണെന്നുള്ളത് കമ്പനി നേരത്തെ സെറ്റ് ചെയ്ത് വെക്കും. പക്ഷെ തനിക്ക് ജോലി കിട്ടുന്ന സമയത്ത് തനിക്ക് ഏതാണോ അതിൽ ചൂസ് ചെയ്യാൻ പറ്റിയത്, താനല്ല ചൂസ് ചെയ്യുന്നത്, കമ്പനി ചൂസ് ചെയ്യുന്നത്, അത് തന്നെയായിരിക്കും സാലറി. അത് നമുക്ക് അതിലേക്ക് പോകുമ്പോൾ കുറച്ച് പറഞ്ഞുതരാം. എനിവേ, പേ ഡീറ്റെയിൽസ് ഉണ്ട്. ജോബുമായിട്ടുള്ള ഡീറ്റെയിൽസ് ഒന്നും ഫൗണ്ടേഷൻ ഒബ്ജക്റ്റിൽ ഇല്ല. അതർ എന്ന് പറയുന്ന കുറച്ച് കാര്യങ്ങൾ, ഇതെല്ലാം നമ്മൾ പഠിക്കും. ഈ കാണുന്ന എല്ലാം നമ്മൾ പോകുന്നതായിരിക്കും. ബാക്കി ഈ സിസ്റ്റത്തിൽ ഫൗണ്ടേഷൻ ഒബ്ജക്റ്റ് ആയിട്ട് ഏത് കമ്പനിയിൽ പോയാലും ഈ കാണുന്ന 1, 2, 3, 4, 5, 6, 7, 8, 9, 10, 11 മാത്രമേ ഫൗണ്ടേഷൻ ഒബ്ജക്റ്റ് ഉള്ളൂ. ഇതൊഴിച്ച് ബാക്കി ഏതൊരു ഒബ്ജക്റ്റും ജനറിക് ഒബ്ജക്റ്റ് ആയിരിക്കും.
ഇത് ജസ്റ്റ് സാമ്പിൾ മാത്രം കൊടുത്തതേ ഉള്ളൂ. ഓർഗനൈസേഷനോട് ബന്ധപ്പെട്ട് ലീഗൽ എൻറ്റിറ്റി, ബിസിനസ് യൂണിറ്റ് അങ്ങനെ കുറെ കാര്യങ്ങളും, പേയുമായിട്ട് ബന്ധപ്പെട്ട് പേ ഗ്രൂപ്പ്, പേ കലണ്ടർ, ജോബുമായിട്ട് ബന്ധപ്പെട്ട് 2 ജോബ് ഫംഗ്ഷൻ, ജോബ് ക്ലാസിഫിക്കേഷൻ, അതർ എന്ന് പറഞ്ഞ ഒന്നും അവിടെ ഇല്ല. ഇപ്പൊ അത് കൺഫ്യൂസ്ഡ് ആവണ്ട, നമ്മൾ ഓരോന്ന് പഠിച്ചു വരുമ്പം ഇതിനോട് ക്ലാരിറ്റി കിട്ടും. പക്ഷേ 2 തരം കാറ്റഗറി ഉണ്ടെന്നുള്ളത് മനസ്സിലാക്കുക. ജനറിക് ഒബ്ജക്റ്റ്, അല്ലെങ്കിൽ അതിനെ വിളിക്കുന്ന പേര് MDF, വേറൊന്ന് ഫൗണ്ടേഷൻ ഒബ്ജക്റ്റ്. ഫൗണ്ടേഷൻ ഒബ്ജക്റ്റ് എന്തായാലും 11 മാത്രമേ ഉള്ളൂ, അതിൽ കൂടുതലില്ല. ഫൗണ്ടേഷൻ ഒബ്ജക്റ്റ് അല്ലാതെ വേറെ ഏത് കണ്ടാലും അത് ജനറിക് ഒബ്ജക്റ്റ് ആണ്. ഓക്കെ ആണോ? ഓക്കെ. നമ്മൾ ആദ്യം ഫോക്കസ് ചെയ്യുന്നത് ജനറിക് ഒബ്ജക്റ്റിനെയാണ്. ജനറിക് ഒബ്ജക്റ്റ് പഠിച്ച് തുടങ്ങിയതിന് ശേഷം ഓഫ് കോഴ്സ് ഫൗണ്ടേഷൻ ഒബ്ജക്റ്റിലേക്ക് നമ്മൾ വരും. ജനറിക് ഒബ്ജക്റ്റ്. ഈ ജനറിക് ഒബ്ജക്റ്റിന്റെ 2 ടൂൾസ് ആണ് പഠിക്കേണ്ടത്. 1, 2. ഒന്നെന്ന് പറയുന്നത് കോൺഫിഗർ ഒബ്ജക്റ്റ് ഡെഫിനിഷൻ. 2 എന്ന് പറയുന്നത് മാനേജ് ഡാറ്റ. നിങ്ങളുടെ കരിയറിൽ മുഴുവനും നിങ്ങൾ ഉപയോഗിക്കാൻ പോകുന്ന ടൂൾസ് ആണിത്. ഈ കരിയർ മുഴുവനും, ഡസൻറ്റ് മാറ്റർ എത്ര വർഷമായാലും ഈ 2 ടൂൾസ് നിങ്ങൾ ഉപയോഗിച്ചേ പറ്റുള്ളൂ. കോൺഫിഗർ ഒബ്ജക്റ്റ് ഡെഫിനിഷൻ എന്ന് പറയുന്നത് ടു ക്രിയേറ്റ്, ഡിലീറ്റ് ഓർ മോഡിഫൈ ജിയോ എന്ന് പറയുന്ന ജനറിക് ഒബ്ജക്റ്റ്, അല്ലെങ്കിൽ MDF ഷോർട്ട് ഫോം ആണ്. ഓക്കെ, ടു ക്രിയേറ്റ്, ഡിലീറ്റ് ഓർ മോഡിഫൈ ജനറിക് ഒബ്ജക്റ്റ് ഓർ MDF. ഒരു ഒബ്ജക്റ്റ് ഉണ്ടല്ലോ, ആ ഒബ്ജക്റ്റിനെ ഉണ്ടാക്കാനോ ഡിലീറ്റ് ചെയ്യാനോ മോഡിഫൈ ചെയ്യാനോ ഉപയോഗിക്കുന്ന ടൂളാണ് കോൺഫിഗർ ഒബ്ജക്റ്റ് ഡെഫിനിഷൻ. അതേ സമയത്ത് മാനേജ് ഡാറ്റ എന്ന് പറയുന്നത് ടു മെയിൻറ്റെയിൻ ദ ഡാറ്റ ഓഫ് ജനറിക് ഒബ്ജക്റ്റ് ഓർ MDF. അതേ ജനറിക് ഒബ്ജക്റ്റിന്റെ ഡാറ്റ മെയിൻറ്റെയിൻ ചെയ്യുന്ന ടൂളാണ് മാനേജ് ഡാറ്റ. കുറച്ചും കൂടെ എളുപ്പത്തിൽ പറഞ്ഞു തരാണെങ്കിൽ നമുക്ക് ആദ്യം ടൂൾസ് പരിചയപ്പെടാം. കോൺഫിഗർ ഒബ്ജക്റ്റ് ഡെഫിനിഷൻ. ഇവിടെ ഞാൻ മാനേജ് ഡാറ്റ. ഞാൻ ഒബ്ജക്റ്റ് ഡെഫിനിഷൻ സെർച്ചിൽ എടുക്കുകയാണ്, ഒബ്ജക്റ്റ് ഡെഫിനിഷൻ എടുക്കുകയാണ്, ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാൻ വേണ്ടി മാത്രമാണ്. പൊസിഷൻ എന്നെടുക്കുകയാണ്. ഇതൊരു MDF ആണ്, നമ്മൾ പഠിക്കും, എന്നാലും MDF ആണ്. ഇതാണ് ഒബ്ജക്റ്റ്, ഇതാണ് ഫീൽഡ്. ഇനി മാനേജ് ഡാറ്റ. നമ്മൾ എടുത്ത എന്താണ്? പൊസിഷൻ അല്ലേ. മാനേജ് ഡാറ്റയിൽ പോയിട്ട് പൊസിഷൻ ടൈപ്പ് ചെയ്യാം. ഇത് ഡാറ്റ എന്ന് ഞാൻ പറഞ്ഞു, സെലക്ട് ചെയ്യാം. ഈ പൊസിഷൻ ടൈപ്പ്, മാസ് പൊസിഷൻ, സബ്ജക്റ്റ്, പൊസിഷൻ ID, പൊസിഷൻ ടൈറ്റിൽ, സ്റ്റാറ്റസ്, സ്റ്റാർട്ട് ഡേറ്റ്, ഇതെല്ലാം ഇവിടെ ഫീൽഡായിട്ട് കിടക്കുന്നത്. കുറച്ചും കൂടെ എളുപ്പത്തിൽ പറഞ്ഞു തരാൻ പറ്റുവാണെങ്കിൽ മാനേജ് ബിസിനസ് കോൺഫിഗറേഷൻ ഓർമ്മയുണ്ടല്ലോ ടൂള്, നമ്മുടെ സക്സഷൻ ഡാറ്റയുടെ. ഇവിടെ HRIS എലമെന്റും HRIS ഫീൽഡും അല്ലയോ? ഓരോരോ HRIS എലമെന്റ് ഫീൽഡ് അല്ലേ ഇവിടെ ഉള്ളൂ. പക്ഷേ ഇതിന്റെ ഡാറ്റ എല്ലാം നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യുന്നത് പോർട്ട്ലെറ്റ് ആയിട്ട് ഫ്രണ്ട് എൻഡിലല്ലേ? പ്രൊഫൈലല്ലേ കാണുന്നത്? അതെ. അപ്പോ ഈ ഒരു കേസിൽ സക്സഷൻ ഡാറ്റ മോഡലില് ഈ ഒരു കേസിൽ HRIS എലമെന്റ് എന്ന് പറയുന്നത് പോർട്ട്ലെറ്റും പോർട്ട്ലെറ്റിന്റെ ഫീൽഡുമാണ് ഫ്രണ്ട് എൻഡിൽ പോർട്ട്ലെറ്റ് ആയിട്ടും ഫീൽഡ് ആയിട്ടും കാണുന്നത്. അതുപോലെ തന്നെ കോൺഫിഗർ ഒബ്ജക്റ്റ് ഡെഫിനിഷനിൽ നിങ്ങൾ ഉണ്ടാക്കുന്ന HRIS എലമെന്റ് എന്ന് വിചാരിക്കുക, അതുപോലെയാണ് ഈ ഒബ്ജക്റ്റും ആ ഒബ്ജക്റ്റിന്റെ ഫീൽഡുകളും. പക്ഷെ അത് പോർട്ട്ലെറ്റ് ആയിട്ട് വരുന്നതിന് മുന്നേ തന്നെ മാനേജ് ചെയ്യുന്ന ടൂളിന്റെ അകത്ത് എല്ലാ ഫീൽഡും അതിന്റെ ഡാറ്റയുണ്ട്. മനസ്സിലായെന്ന് ചോദിച്ചു, ഞാൻ ഒന്നുകൂടെ പറഞ്ഞുതരാം. ഞാൻ ഒരെണ്ണം ക്രിയേറ്റ് ചെയ്ത് കാണിച്ചു തരാം, അപ്പൊ കുറച്ചും കൂടെ വരും. വേണ്ട, വേറെ ഉണ്ടോ നോട്ടെ.
കമ്മ്യൂട്ടിംഗ് ഇതിലിപ്പോൾ എളുപ്പമായിട്ട് മനസ്സിലാക്കുന്നത്, കാരണം ഇതിനകത്ത് നമ്മൾ പേരും കാര്യം ഇവിടെ വരാം. ജോബ് ടൈറ്റിൽ, ജോബ് കോഡ്, ജോബ് ലെവൽ, എംപ്ലോയി ക്ലാസ്, റെഗുലർ, ടെമ്പററി, പേ ഗ്രേഡ് കാണുന്നുണ്ടല്ലോ. ഇതെല്ലാം ഫീൽഡുകളാണ്. മാനേജ് ഡേറ്റയിൽ ഞാനിപ്പം പൊസിഷൻ ഒന്ന് ക്രിയേറ്റ് ചെയ്യാൻ പോവുകയാണെങ്കിൽ ഇവിടെ ക്രിയേറ്റ് ആണ്. ഞാൻ നേരത്തെ സെർച്ച് ചെയ്തത്, ഇവിടെ ക്രിയേറ്റ് ചെയ്തത്. ജോബ് ടൈറ്റിൽ, ജോബ് കോഡ്, ജോബ് ലെവൽ, എംപ്ലോയി ക്ലാസ്, റെഗുലർ, ടെമ്പററി, പേ ഗ്രേഡ്. ഇവിടെ ഡാറ്റയിലെ കൊടുക്കാൻ പറ്റുള്ളൂ. മാനേജ് ബിസിനസ് കോൺഫിഗറേഷൻ്റെ അകത്ത് ഇത് HRIS എലമെന്റ് പോർട്ട്ലെറ്റും അതാത് പോർട്ട്ലെറ്റിന്റെ ഫീൽഡുമാണ്. പക്ഷെ അതിന്റെ ഡാറ്റ മെയിൻറ്റെയിൻ ചെയ്യണമെങ്കിൽ പോർട്ട്ലെറ്റിലേ പറ്റുള്ളൂ. ഇവിടെ കോൺഫിഗർ ഒബ്ജക്റ്റ് ഡെഫിനേഷൻ എന്ന് പറയുന്നതിൻ്റെ അകത്ത് നമ്മളൊരു ഒബ്ജക്റ്റ് ഉണ്ടാക്കി ആ ഒബ്ജക്റ്റിന്റെ ഫീൽഡ് ഏതാണെന്ന് കൊണ്ടുവന്ന് അത് മാനേജ് ആയിട്ട് തന്നെ നിങ്ങൾക്ക് ഡാറ്റ കീപ്പ് ചെയ്യാം. പോർട്ട്ലെറ്റിലോട്ട് വരണമെന്ന് നിർബന്ധമില്ല. പോർട്ട്ലെറ്റ് ആക്കണമെങ്കിൽ ആക്കുകയും ചെയ്യാം. അത് രണ്ടാമത്തെ സ്റ്റേജ്, അത് പിന്നെ പഠിക്കാം. ഇപ്പൊ മാനേജ് ഡേറ്റയിൽ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് to delete or create, modify generic user MDF. Manage data to maintain the data of generic user MDF. Questions? ഇല്ല, ഇപ്പോ ഒന്നുമില്ല. ചെയ്യുമ്പോ ഡൗട്ട്സ് വരാം. കുഴപ്പമില്ല. നമുക്കൊരു ജനറിക് ഒബ്ജക്റ്റ് ചിലപ്പോൾ ഉണ്ടാക്കി കാണിച്ചു തരാം. അതിന്റെ പ്രത്യേകത ഉണ്ടാക്കി കാണിച്ചു തരാം. ഈ കോൺഫിഗർ ഒബ്ജക്റ്റ് ഡെഫിനേഷനിലോട്ട് വരിക. വന്നതിന് ശേഷം ക്രിയേറ്റ് ന്യൂവിന്റെ അവിടെ ഈ ലെജിസ്ലേറ്റീവ് സെൻസിറ്റീവ് ഡാറ്റ കോൺഫിഗറേഷൻ എന്ന് പറയുന്നത് നമുക്കുള്ളതല്ല. ഇത് നമ്മുടെ ഏരിയയിൽ വരുന്നതല്ല. ഇത് സിസ്റ്റത്തിന്റെ അകത്ത് SAP ഡയറക്റ്റ് ആയിട്ട് വെച്ചിരിക്കുന്ന ഒരു കോൺസെപ്റ്റാണ്. നമുക്കുള്ളതല്ല. ഓക്കെ, ലോഗും കാര്യങ്ങളും ഡാറ്റ പ്രൊട്ടക്ഷൻ, പ്രൈവസി, സെക്യൂരിറ്റി എന്ന് പറയത്തില്ല നമ്മള്, അതുമായിട്ട് ബന്ധപ്പെട്ട് അതെ അതുമായിട്ട് ബന്ധപ്പെട്ട് അവർ SAP ചെയ്യുന്നതാണ്, നമ്മുടെ അല്ല. ഒബ്ജക്റ്റ് ഫീൽഡ്സ് കാര്യങ്ങൾ എഡിറ്റ് ചെയ്യാൻ പറ്റുന്നതാണല്ലേ? എഡിറ്റ് ചെയ്യാനൊക്കെ പറ്റും. നമ്മൾ തൊടാറില്ല. നമ്മൾ ഒബ്ജക്റ്റ് ഡെഫിനിഷൻ സെലക്ട് ചെയ്യാം. ഇവിടെ നോക്കിയാൽ ക്രിയേറ്റ് ന്യൂവിൽ ഒബ്ജക്റ്റ് ഡെഫിനിഷൻ സെലക്ട് ചെയ്യാം. ഇനി ഞാൻ ഒരെണ്ണം കൂടെ ഡ്യൂപ്ലിക്കേറ്റ് ചെയ്യുന്നുണ്ട്. കോൺഫിഗർ ഒബ്ജക്റ്റ് ഡെഫിനിഷൻ ഒരെണ്ണം കൂടെ ഡ്യൂപ്ലിക്കേറ്റ് ചെയ്യുന്നുണ്ട്. ഒരെണ്ണത്തിൽ ഞാൻ പഴയ പൊസിഷൻ തന്നെ സെലക്ട് ചെയ്യുന്നു. പൊസിഷൻ അല്ലെങ്കിൽ ഒരു ലീഗൽ എൻറ്റിറ്റി, എനിത്തിങ്. ലീഗൽ എൻറ്റിറ്റി എന്ന് പറഞ്ഞാൽ കമ്പനി തന്നെ അർത്ഥം. ലീഗൽ എൻറ്റിറ്റി എടുത്തു. ഇവിടെ ലീഗൽ എൻറ്റിറ്റിയുടെ കോഡ് ശ്രദ്ധിച്ച് നോക്കിയേ. ലീഗൽ എൻറ്റിറ്റി എന്ന് മാത്രമേ ഉള്ളൂ. പക്ഷെ നമ്മൾ പുതിയതായിട്ട് ഒരെണ്ണം ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി പോകുമ്പോൾ ഇവിടെ ഓൾറെഡി കസ്റ്റം അഡ്രസ് കൂടെ കിടക്കുന്നുണ്ടോ? ഞാനിവിടെ സുരാഗ് എന്ന് ടൈപ്പ് ചെയ്യുമ്പം വ്യത്യാസമൊന്നുമില്ല. പക്ഷെ എവിടെയെങ്കിലും ക്ലിക്ക് ചെയ്യുമ്പം കസ്റ്റ് അണ്ടർസ്കോർ സുരാഗ് എന്നേ വരത്തുള്ളൂ. പക്ഷെ ലീഗലിറ്റി നോക്കി കസ്റ്റ് ഇല്ല. അപ്പൊ അതിന്റെ അർത്ഥം എന്തായിരിക്കും? ഇത് സ്റ്റാൻഡേർഡും നമ്മൾ ക്രിയേറ്റ് ചെയ്യാൻ പോകുന്നത് കസ്റ്റം. അപ്പോ കസ്റ്റമൈസ്ഡ് ആണ്. അപ്പം ജനറിക് ഒബ്ജക്റ്റിന്റെ അകത്ത് സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള ജനറിക് ഒബ്ജക്റ്റും ഉണ്ട്, കസ്റ്റം ആയിട്ടുള്ള ജനറിക് ഒബ്ജക്റ്റും ഉണ്ട്. പെട്ടെന്ന് തിരിച്ചറിയാൻ പറ്റാനായിട്ടുള്ള എളുപ്പ വഴി എന്ന് പറയുന്നത് ഏതെങ്കിലും ഒരു ജനറിക് ഒബ്ജക്റ്റിന്റെ അല്ലെങ്കിൽ MDFന്റെ കോഡിൽ കസ്റ്റ് അണ്ടർസ്കോർ ഉണ്ടെങ്കിൽ നമുക്കത് മായ്ക്കാൻ പറ്റില്ല. അത് ഡിഫോൾട്ടായിട്ട് വരുന്നതാ. നോക്കി ഞാൻ ഇവിടെ സെലക്ട് ചെയ്യുമ്പോഴേക്കും സുരാഗ് മാത്രമേ ഉള്ളൂ. വേറെ എവിടെയെങ്കിലും സെലക്ട് ചെയ്യുമ്പോൾ കസ്റ്റ് അണ്ടർസ്കോർ വരുന്നുണ്ട്. ഒരു ജനറിക് ഒബ്ജക്റ്റിന്റെ കോഡിൽ കസ്റ്റ് അണ്ടർസ്കോർ ഉണ്ടെങ്കിൽ അത് കസ്റ്റം ജനറിക് ഒബ്ജക്റ്റും, ഇല്ലാത്തത് സ്റ്റാൻഡേർഡ് ജനറിക് ഒബ്ജക്റ്റ്. സ്റ്റാൻഡേർഡിനെ ഒരിക്കലും ഡിലീറ്റ് ചെയ്യാൻ പാടില്ല. കസ്റ്റമിനെ വേണമെങ്കിൽ നിങ്ങൾക്ക് ഡിലീറ്റ് ചെയ്യാം. കാരണം കസ്റ്റം അല്ലേ, നമ്മളായിട്ട് കമ്പനിക്ക് വേണ്ടി ഉണ്ടാക്കിയതല്ലേ, നമുക്കത് ഡിലീറ്റ് ചെയ്ത് കളയാം, കുഴപ്പമില്ല. പക്ഷെ സ്റ്റാൻഡേർഡിനെ ഡിലീറ്റ് ചെയ്യാൻ പാടില്ല. ഡിലീറ്റ് ചെയ്താൽ അത് പണി കിട്ടും. കാരണം ഇത് SAP ബൈ ഡിഫോൾട്ട് ആയിട്ട് ക്രിയേറ്റ് ചെയ്ത് വരുന്നതാണ്. ഇത് നമ്മൾ എനേബിൾ ചെയ്യുന്ന സമയത്തോ ഇംപ്ലിമെന്റ് ചെയ്യുന്ന സമയത്തോ ബൈ ഡിഫോൾട്ട് ആയിട്ട് തരുന്ന കുറെ കാര്യങ്ങളാണ് ഈ സ്റ്റാൻഡേർഡ് എന്ന് പറയുന്നത്. കസ്റ്റം നമ്മൾ കമ്പനിയുടെ ആവശ്യം അനുസരിച്ച് ഉണ്ടാക്കുന്നതാണ്. ഓക്കെ ആണോ? അപ്പൊ ഇനി ഒരു ജനറിക് ഒബ്ജക്റ്റിൽ പോയിട്ട് ഒരു ഒബ്ജക്റ്റ് സെർച്ച് ചെയ്യുമ്പം, ഇതേപോലെ ഒരു ഒബ്ജക്റ്റ് സെർച്ച് ചെയ്യുമ്പം, ഫോർ എക്സാമ്പിൾ ബിസിനസ് യൂണിറ്റ്, സ്റ്റാൻഡേർഡ് അല്ലേ? സ്റ്റാൻഡേർഡ് ആണ്. അപ്പൊ കസ്റ്റം എന്ന് പറയുമ്പോൾ നമുക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവും കസ്റ്റം എന്താണെന്നുള്ളത്. ഇവിടെ ഇപ്പൊ നമ്മള്
ഈ ഫീൽഡ് 1 by 1 ഓരോന്ന് പറഞ്ഞു തരുന്നത് നമുക്ക് നെക്സ്റ്റ് സെഷനിൽ വയ്ക്കാം. ഞാൻ പെട്ടെന്ന് ഒരു കസ്റ്റം MDF ഉണ്ടാക്കി കാണിച്ച് തന്നു കഴിഞ്ഞാലേ സുരാഗിന് ഒരു കോൺസെപ്റ്റ് മനസ്സിലാവുള്ളൂ. ഇപ്പൊ ഞാൻ ചെയ്യുന്നത് ഞാൻ പറഞ്ഞു തരുന്നില്ല, ഞാൻ പെട്ടെന്ന് അങ്ങ് ചെയ്യാണ്. മതി. 3 സ്റ്റാൻഡേർഡ് ഫീൽഡുകൾ ബൈ ഡിഫോൾട്ട് ആയിട്ട് വന്നിട്ടുണ്ട്. 3 സ്റ്റാൻഡേർഡ് ഫീൽഡുകൾ. ഇവിടെ ഞാനിപ്പം സുരാഗ് 1 എന്നും അല്ലെങ്കിൽ സുരാഗ് 1, സുരാഗ് 2, സുരാഗ് 3 എന്നും പറഞ്ഞ് ഞാൻ ചുമ്മാ 3 ഫീൽഡിന്റെ പേര് കൊടുക്കുക, ലേബൽ ഫീൽഡിന്റെ പേര് കൊടുക്കുക, അതായത് കോഡ് കൊടുക്കുകയാണ്, കോഡാണ് കൊടുക്കുന്നത്. ഇവിടെ ഓരോ ഡീറ്റെയിൽസ് ഉണ്ട് ആ ഫീൽഡിന്. ആ ഡീറ്റെയിൽസിന് ലേബലിൽ പോയിട്ട് ഞാൻ ഇവിടെ എന്ത് കൊടുക്കുന്നോ അതാണ് അവിടെ വരാൻ പോകുന്നത്. സുരാഗ് 1, ഇവിടെ ഡീറ്റെയിൽസിൽ ലേബലിൽ സുരാഗ് 2, ലേബലില് സുരാഗ് 3. എനിക്ക് വേണമെങ്കിൽ സുരാഗ് 1നെ ഞാനൊരു ഡാറ്റ ടൈപ്പ് ഓർമ്മയുണ്ടല്ലോ, സ്ട്രിങ്. അവിടെ പക്ഷെ നമ്മൾ മാനേജ് ബിസിനസ് കോൺഫിഗറേഷനകത്ത് നമുക്ക് കസ്റ്റം സ്ട്രിങ് എന്ന് സെലക്ട് ചെയ്യാനേ പറ്റുള്ളൂ. ഇവിടെ നമുക്ക് കസ്റ്റം സ്ട്രിങ് എന്നല്ല, നമുക്ക് ഡയറക്റ്റ് ആയിട്ട് സെലക്ട് ചെയ്യാം. അപ്പൊ ഞാൻ ആദ്യത്തെ ഫീൽഡ് ഡേറ്റ് ഫീൽഡ് ആക്കി, ഡേറ്റ് വേണ്ട, ഡേറ്റ് ഫീൽഡ് ആക്കി. രണ്ടാമത്തെ ഫീൽഡ് ഞാൻ ടൈം ഫീൽഡ് ആക്കി, ഡാറ്റ ടൈപ്പ് ആക്കി. മൂന്നാമത്തത് ഡേറ്റ് ടൈം ആക്കി. ഓക്കെ, 3 വെച്ചിട്ടുണ്ട്. ഒരുമിച്ച് കാണാനുള്ളത്. അതെ. അപ്പൊ ഇത് 3 കൊണ്ടുവന്നു. എന്നിട്ട് ഞാനിവിടെ സേവ് ചെയ്തു. ഇവർ പറയുന്ന സേവ് ചെയ്യുമ്പോൾ ഇതൊരു റോൾ ബേസ്ഡ് പെർമിഷൻ ഒബ്ജക്റ്റ് ആയിട്ട് മാറിയിരിക്കുകയാണ്. അതായത് പെർമിഷൻ കൊടുത്താലേ കാണാൻ പറ്റുള്ളൂ എന്നുള്ളതാണ്. എനിവേ, അതൊക്കെ നമുക്ക് പഠിക്കും. ഇപ്പൊ ഞാൻ കസ്റ്റ് സുരാഗ് ഉണ്ടാക്കിയുണ്ടോ? കസ്റ്റ് സുരാഗ് ഉണ്ടാക്കി. നമ്മൾ ടൈപ്പ് ചെയ്തപ്പോഴേക്കും 3 ഇത്രയും ഫീൽഡിലേ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷെ സേവ് ചെയ്ത് കഴിഞ്ഞപ്പോൾ ഇത്രയും ഫീൽഡ് വന്നത് കണ്ടോ? നമ്മൾ സേവ് ചെയ്യുന്ന മുന്നേ ഇത്രയും ഫീൽഡ് ഇല്ലായിരുന്നു. ഈ സുരാഗ് 3 ആയിരുന്നു ലാസ്റ്റ് ഫീൽഡ്. ഈ MDF സിസ്റ്റം എന്ന് പറഞ്ഞ ഫീൽഡ് എല്ലാം ബൈ ഡിഫോൾട്ട് ആയിട്ട് സിസ്റ്റം നമുക്ക് തരുന്നതാണ്. അതിലൊന്നും ചെയ്യാൻ പാടില്ല. MDF സിസ്റ്റം എന്ന് പറഞ്ഞു തരുന്ന എല്ലാ ഫീൽഡും ആ സിസ്റ്റത്തിന് ഇൻബിൽട്ട് ആയിട്ട് നമ്മൾ സേവ് ചെയ്യുമ്പോൾ വരുന്നതാണ്. അതിന് ഡിലീറ്റ് ചെയ്യാനോ മാറ്റാനോ ഒന്നും ചെയ്യേണ്ട. ലെറ്റ് ഇറ്റ് ബി ദേർ. നമുക്ക് ഫോക്കസ് ചെയ്യേണ്ടത് ഇത്രയും ഫീൽഡുകൾ മാത്രമാണ്. ഓക്കെ ആണോ? പേടിക്കേണ്ട, ഇതിന് ജസ്റ്റ് കാണിക്കുന്നതേ ഉള്ളൂ എങ്ങനെയാണ് ഇത് വരുന്നത് പറയാൻ വേണ്ടി. ഇനി പെർമിഷൻ കൊടുക്കണം. പെർമിഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ പെർമിഷനെ വിളിക്കുന്ന പേര് സെക്യൂരിറ്റി എന്നാണ്. ഈ സെക്യൂരിറ്റിയിൽ പെർമിഷൻ കാറ്റഗറി നോക്കിയേ, മിസലേനിയസ് പെർമിഷൻ അല്ലേ? നമ്മൾ പോകുന്ന വെച്ച് കഴിഞ്ഞാൽ മാനേജ് പെർമിഷൻ റോൾസിൽ പോവുക. സിസ്റ്റം അഡ്മിൻ, മനസ്സിലാവാത്ത എന്തിനാണാവോ ഇത്രയും. പെർമിഷനിൽ പോവുക, എഡിറ്റ്, നെക്സ്റ്റ് കൊടുക്കുക. നമ്മുടെ കാറ്റഗറി എന്താ പറഞ്ഞിരുന്നത്? മിസലേനിയസ് പെർമിഷൻ എന്നല്ലേ? ആ റോൾസിൽ ഇവിടെ മിസലേനിയസ് പെർമിഷൻ എന്ന് ലെഫ്റ്റ് സൈഡിൽ മിസലേനിയസ് പെർമിഷൻ. മിസലേനിയസ് പെർമിഷൻ സെലക്ട് ചെയ്തിട്ട് നമ്മുടെ ഒബ്ജക്റ്റിന്റെ പേരെന്താണ്? സുരാഗ്. കൺട്രോൾ F SURAG. കണ്ടോ? കാണുന്നുണ്ടോ സുരാഗ്? കാണുന്നുണ്ട്. ഇപ്പൊ ഞാൻ മാനേജ് ഡേറ്റയിൽ പോയിട്ട് നമ്മൾ പൊസിഷൻ നോക്കിയപ്പോൾ പൊസിഷൻ വരുന്നുണ്ടായിരുന്നു. ബിസിനസ് യൂണിറ്റ് നോക്കിക്കഴിഞ്ഞാൽ ബിസിനസ് യൂണിറ്റ് വരുന്നുണ്ട്. കാരണം വരുന്നുണ്ട്. പക്ഷെ ഇപ്പൊ ഞാൻ സുരാഗ് എന്ന് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ സുരാഗ് ഇല്ല, കാരണം പെർമിഷൻ കൊടുത്തിട്ടില്ല. അതായത് ഞാൻ സുരാഗിന് ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്തു. ഇനി പെർമിഷൻ കൊടുത്താൽ മാത്രമേ അത് മാനേജ് ഡേറ്റയിൽ വരത്തുള്ളൂ. ഇപ്പൊ ഞാൻ പെർമിഷൻ കൊടുക്കാൻ പോവാ. എല്ലാ പെർമിഷൻ കൊടുത്തു. നെക്സ്റ്റ്, സേവ്. ഇനി ഞാൻ മാനേജ് ഡാറ്റ പോയി ഒന്ന് റിഫ്രഷ് ചെയ്തിട്ട് ഇനി ഞാൻ സുരാഗ് എന്ന് ടൈപ്പ് ചെയ്താൽ വന്നോ?
സെലക്ട് ചെയ്യുക. നോക്കിയേ, എക്സ്റ്റേണൽ കോഡ്, എക്സ്റ്റേണൽ നെയിം, എഫക്റ്റീവ് സ്റ്റാർട്ട് ഡേറ്റ്, ആ 3 ഫീൽഡ് വന്നിട്ടില്ലേ ആദ്യത്തെ? ഇനി നമ്മൾ ക്രിയേറ്റ് ചെയ്ത 3 ഫീൽഡും ഇവിടെ വന്നിട്ടില്ലേ? സുരാഗ് 1, സുരാഗ് 2, സുരാഗ് 3. പക്ഷെ അതിനുശേഷമുള്ള ഏതെങ്കിലും ഒരു ഫീൽഡ് വന്നിട്ടുണ്ടോ? ഇല്ല, അത് വരത്തുമില്ല, അങ്ങനെ വരില്ല. അത് സിസ്റ്റം ബൈ ഡിഫോൾട്ട് ആയിട്ട് ബാക്കിൽ ഹൈഡ് ചെയ്ത് വെക്കുന്ന ഫീൽഡാണ്. ഇനി മാനേജർ വന്നു കഴിഞ്ഞാൽ ഡേറ്റ് ഫീൽഡ് ആണ് ആദ്യം കൊടുത്തത്. ഡേറ്റ് ഫീൽഡ് വന്നോ? ടൈം ഫീൽഡ് ആണ് കൊടുത്തത്. പക്ഷെ ടൈം നമുക്ക് ടൈപ്പ് ചെയ്ത് കൊണ്ടുവരാന്നേ ഉള്ളൂ. ഇവിടെ നോക്കി, ഡേറ്റും ടൈമും, ഡേറ്റും ടൈമും കാണുന്നുണ്ടോ? അപ്പം മാനേജ് ബിസിനസ് കോൺഫിഗറേഷനേക്കാളും കുറച്ചും കൂടെ എളുപ്പവും കുറച്ചും കൂടെ സ്ട്രോങ്ങും ആണ് ഈ പറയുന്ന ജനറിക് ഒബ്ജക്റ്റ്. പക്ഷെ ജനറിക് ഒബ്ജക്റ്റ് ഉണ്ടാക്കുന്നത് കൂടുതലും എംപ്ലോയി ഡീറ്റെയിൽസിന് വേണ്ടി ആയിരിക്കില്ല, ഓർഗനൈസേഷൻ ഡീറ്റെയിൽസിന് വേണ്ടി ആയിരിക്കും. അവർക്കല്ലേ കൂടുതൽ സെക്യൂർ ആയിട്ടുള്ള കാര്യങ്ങൾ വയ്ക്കാനുള്ളത്. ഈ കോൺഫിഗർ ഒബ്ജക്റ്റ് ഡെഫിനിഷൻ എന്ന ടൂളും ഈ മാനേജർ ടൂളും എംപ്ലോയീസിനോ HR-നോ ആർക്കും ആക്സസ് ചെയ്യാൻ പറ്റില്ല. ഇത് ആക്സസ് ചെയ്യാൻ പറ്റുന്നതും നമ്മളെപ്പോലുള്ള കൺസൾട്ടൻസിനും മാനേജ്മെന്റിലെ കുറച്ച് ആൾക്കാർക്കും കംപ്ലൈൻസ് ടീമിനും മാത്രമേ പറ്റുള്ളൂ. ഇനി കംപ്ലൈൻസ് ടീമിന് ആക്സസ് ചെയ്താൽ പോലും അവർക്ക് ക്രിയേറ്റോ ഡിലീറ്റോ അല്ലെങ്കിൽ ഈ പറയുന്ന മോഡിഫിക്കേഷൻ ഓപ്ഷൻ കൊടുക്കില്ല. അത് എപ്പോഴും നമുക്കായിരിക്കും. മനസ്സിലായോ? ചിലപ്പോൾ കമ്പനിയിൽ ഇരിക്കുന്ന കംപ്ലൈൻസ് ടീമിന് കൊടുക്കാതിരിക്കും, ഡസൻ മാറ്റർ. എംപ്ലോയീസിനോ HR-നോ മാനേജറിനൊന്നും ഈ 2 ടൂളിൽ ആക്സസ് പോലും ഇല്ല. അപ്പം ഇങ്ങനെ നമുക്ക് കുറേ കാര്യങ്ങൾ ക്രിയേറ്റ് ചെയ്ത് മാനേജ് ഡാറ്റയിൽ കൊണ്ടുവന്ന് ഡാറ്റ കീപ്പ് ചെയ്ത് സൂക്ഷിക്കാൻ പറ്റില്ലേ? ആരും അറിയത്തില്ലല്ലോ, അത് കോൺഫിഡൻഷ്യൽ ആയിരിക്കത്തില്ലേ? കാരണം മാനേജ് ബിസിനസ് കോൺഫിഗറേഷൻ്റെ അകത്ത് എന്തെങ്കിലും ചെയ്ത് കഴിഞ്ഞാൽ അത് പോർട്ട്ലെറ്റിൽ വരും. നമുക്ക് വിസിബിലിറ്റി വെച്ച് നമ്മൾ എത്രയൊക്കെ നമ്മൾ ഹൈഡ് ചെയ്യാൻ നോക്കിയാലും അറ്റ് എ ടൈം ഒരാൾക്കെങ്കിലും കാണാൻ പറ്റുമല്ലോ, അതിനുവേണ്ടിയല്ലേ കൊണ്ടുവരുന്നത്. ഒരു ഫീൽഡ് കൊണ്ടുവന്നു കഴിഞ്ഞാൽ അതിപ്പോൾ HR-നും മാനേജറിന് മാത്രം കണ്ടാൽ മതി, എംപ്ലോയിക്ക് കാണണ്ട. ഓക്കെ, അവരുടെ പെർമിഷനിൽ കൊടുത്താൽ മതി. ഇനി എല്ലാവർക്കും കാണണം, ശരി, എല്ലാവർക്കും പെർമിഷൻ കൊടുക്കുക, റെസ്ട്രിക്ട് ചെയ്യണ്ട. പക്ഷെ കോൺഫിഗർ ഒബ്ജക്റ്റ് ഡെഫിനേഷനിൽ ഒരു കാര്യം ഉണ്ടാക്കിയാൽ അതിനെ ഫീൽഡാക്കി 2 മാനേജ് ഡാറ്റയിൽ ഡാറ്റ ആക്കി വെച്ച് കഴിഞ്ഞാൽ ഇത് പുറത്തോട്ട് പോകുന്നില്ലല്ലോ. ഇല്ല. അപ്പോൾ സുരാഗ് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാം, കാരണം ഇത് പുതിയൊരു ടോപ്പിക്കാണ്. എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമുക്കത് ഡിസ്കസ് ചെയ്തിട്ട് മുന്നോട്ട് പോകാം. ഇല്ല, ഇപ്പൊ ഇല്ല. ഓക്കെ, ഫൈൻ. ഞാനിത് മുഴുവനായി ഡിലീറ്റ് ചെയ്യാണ് ഈ സുരാഗ്, കാരണം കസ്റ്റ് ആയതിന് മുഴുവൻ ഡിലീറ്റ് ചെയ്യാൻ പറ്റും. ഡിലീറ്റ്, മൊത്തത്തോടെ ഡിലീറ്റ് ചെയ്യാണ്. ഇവിടെ ഡിലീറ്റ് ചെയ്ത് പോകുന്നതോടെ തന്നെ മാനേജ് ഡേറ്റിൽ നിന്നും എല്ലായിടത്തു നിന്നും പോകും. പിന്നെ അങ്ങനെ ഒരു ഒബ്ജക്റ്റ് ഇല്ല, അങ്ങനെ ഒരു ഒബ്ജക്റ്റേ ഇല്ല, എല്ലാം പോയി. ഞാൻ പുതിയതായിട്ടൊരു കമ്പ്യൂട്ടിംഗ് എലമെന്റ്സ് അല്ലെങ്കിൽ ഞാനൊരു ഒബ്ജക്റ്റ് ഡെഫിനേഷൻ ക്രിയേറ്റ് ചെയ്യുന്നു. കോൺഫിഗർ ഒബ്ജക്റ്റ് ഡെഫിനേഷൻ്റെ അകത്ത് ഒരു കോഡ് കൊടുക്കുന്നു. ആ കോഡിന്റെ പേര് ഞാൻ തൽക്കാലം തന്റെ പേര് വെച്ചാൽ കൊടുക്കാൻ പോകുന്നത്, എന്നാലേ അത് പെട്ടെന്ന് കണ്ടുപിടിക്കാൻ പറ്റുള്ളൂ. സുരാഗ് _CO2. ഈ CO2 എന്താന്നുള്ളത് ഞാൻ അടുത്ത ക്ലാസ്സിൽ പറഞ്ഞുതരാം. തൽക്കാലം ഇങ്ങനെ കിടക്കട്ടെ, ഇല്ലെങ്കിൽ ആരെങ്കിലും ഡിലീറ്റ് ചെയ്ത് കളയും. ഒരു പുതിയൊരു ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്യാൻ പോവാണ്. ആ ഒബ്ജക്റ്റ് ഞാൻ എന്റെ കോഡ് കൊടുത്തു, എക്സ്റ്റേണൽ കോഡ് എന്താന്നുള്ളത്. സ്വാഭാവികമായിട്ടും അത് കസ്റ്റം ആയിട്ടുള്ള ജനറിക് ഒബ്ജക്റ്റ്, നമ്മളായിട്ട് ക്രിയേറ്റ് ചെയ്യുന്ന ജനറിക് ഒബ്ജക്റ്റ് ആയതുകൊണ്ട് കസ്റ്റം _ വരെ വരുന്നുണ്ട്. ഇനി എഫക്റ്റീവ് ഡേറ്റിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഫ്രം പാരന്റ് ഇപ്പൊ പഠിക്കേണ്ട, അത് നമ്മൾ അവസാനത്തെ സ്റ്റേജിൽ പഠിക്കുന്നതാണ്. നണ്ണ് ബേസിക് മാത്രം ഇപ്പൊ നോക്കിയാൽ മതി. മൾട്ടിപ്പിൾ ചേഞ്ചസ് പെർ ഡേയും ലാസ്റ്റ് നമ്മൾ പഠിക്കും. എഫക്റ്റീവ് ഡേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ മാനേജ് ഡേറ്റയ്ക്കകത്ത് ശ്രദ്ധിച്ച് കാണും. ഞാനിപ്പോൾ പൊസിഷൻ എടുത്തു കഴിഞ്ഞാൽ ഫ്രഷ് ക്യാൻസൽ ചെയ്തിട്ട് മാനേജ് ഡാറ്റ, ഒരു എക്സിസ്റ്റിംഗ് ഡാറ്റ ഞാൻ എടുക്കുകയാണ്. ഒരു പൊസിഷൻ എടുക്കുന്നു, ആ പൊസിഷൻ ഞാൻ സെലക്ട് ചെയ്യുന്നു. ഈ പൊസിഷൻ സേവ് ചെയ്തിട്ടുണ്ട്, ബട്ട് സേവ്ഡ് ഓൺ വാട്ട്? പെട്ടെന്ന് നോക്കുമ്പം ഇത് സേവ് ചെയ്തത് എന്ത് മാനദണ്ഡത്തിലാണ്, ഓർ വാട്ട് പാരാമീറ്റേഴ്സ്?
സേവ് ചെയ്തിട്ടുണ്ടെന്ന് കാണിക്കുന്നതാണോ ഉദ്ദേശിച്ചത്, അല്ലെങ്കിൽ ഒരു എഫക്റ്റീവ് ഡേറ്റിലല്ലേ? ഡേറ്റിലുണ്ട്. ഡേറ്റ് അല്ലേ? അപ്പം ഇനി അടുത്ത ഒരു റെക്കോർഡ് ഞാൻ ക്രിയേറ്റ് ചെയ്യാൻ പോണ്. ഈ ഡേറ്റിൽ വെച്ചിട്ട് എനിക്ക് പുതിയൊരു റെക്കോർഡ് ക്രിയേറ്റ് ചെയ്തോടെ. അപ്പൊ ഞാൻ ചുമ്മാ ഏതെങ്കിലും ഒരു വാല്യൂ ഞാൻ അപ്ഡേറ്റ് കൊടുത്തിട്ട് സേവ് കൊടുത്തു. വന്നില്ലേ? എഫക്റ്റീവ് ഡേറ്റ് അനുസരിച്ചല്ലേ വരുന്നത്. ഈ എഫക്റ്റീവ് ഡേറ്റ് നമ്മൾ എഫക്റ്റീവ് ഡേറ്റ് പോർട്ടലെറ്റ് പഠിച്ചതുപോലെ എഫക്റ്റീവ് ഡേറ്റ് വെച്ചിട്ടല്ലേ മുന്നോട്ട് പോകുന്നത്. ആ എഫക്റ്റീവ് ഡേറ്റിനെ കുറിച്ചാണ് ചോദിക്കുന്നത്. എഫക്റ്റീവ് ഡേറ്റ് ബേസിക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം നമ്മൾ കണ്ട കാര്യം ബേസിക് ആയിട്ടുള്ളത്. നണ്ണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നും ഇല്ലെന്നാണ്. പക്ഷെ നണ്ണെന്ന് പറഞ്ഞിട്ട് നമ്മൾ കഷ്ടപ്പെട്ട് ഒരു എഫക്റ്റീവ് ഡേറ്റ് ഉണ്ടാക്കിയിട്ട് കാര്യമുണ്ടോ? കാരണം ഓരോ റെക്കോർഡിനും ഓരോ ഡേറ്റ് അനുസരിച്ചല്ലേ ക്രിയേറ്റ് ചെയ്യേണ്ടത്. നൺ ആരും യൂസ് ചെയ്യത്തില്ല. ഫ്രം പാരന്റും മൾട്ടിപ്പിൾ ചേഞ്ചസ് പെർ ഡേ നമുക്ക് പിന്നെ പഠിക്കാം. തൽക്കാലം ബേസിക് മനസ്സിലാക്കാം. ബേസിക് എന്ന് പറയുന്നത് ഓരോ എഫക്റ്റീവ് ഡേറ്റിലായിരിക്കണം ഓരോ ചേഞ്ചസും, ആ റെക്കോർഡിന്റെ ചേഞ്ചും റെക്കോർഡ് ചെയ്യേണ്ടത്. എഫക്റ്റീവ് ഡേറ്റിംഗ് എന്നുള്ളത് ഓക്കെ ആണോ? API വിസിബിലിറ്റി. API വിസിബിലിറ്റി എന്ന് പറയുന്നത് ആക്ച്വലി അതിന്റെ ടെർമിനോളജി എന്ന് പറയുന്നത് ആപ്ലിക്കേഷൻ പ്രോഗ്രാമിംഗ് ഇന്റർഫേസ് എന്നാണ് വിളിക്കുന്നത്. ആപ്ലിക്കേഷൻ പ്രോഗ്രാമിംഗ് ഇന്റർഫേസ്. ഇത് നമുക്കുള്ളതല്ല. ഇത് നമ്മളാണ് ഡെവലപ്പേഴ്സ്. ഇത് ടെക്നിക്കൽ ടീമാണ്. നമ്മൾ ഫങ്ഷണൽ ഡെവലപ്പേഴ്സ് ആണ്. ടെക്നിക്കൽ ഡെവലപ്പേഴ്സ് എന്ന് പറയുന്ന ഒരു ഗ്രൂപ്പ് ഉണ്ട്. അവരാണ് ഇത് ചെയ്യുന്നത്. ഈ API എന്താ ശരിക്കും ചെയ്യുന്നത് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ബ്രിഡ്ജ് പോലെ ഒരു തേർഡ് പാർട്ടി ബ്രിഡ്ജ് ആണത്. കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ ആപ്സ് തമ്മിൽ. അതെ. അപ്പം ഇവര് ചെയ്യുന്ന നമ്മുടെ സിസ്റ്റത്തിന്റെ അവർ ചെയ്യുന്ന ഒരു ഫങ്ഷനാലിറ്റി എന്ന് പറയുന്നത് ജസ്റ്റ് ഗിവ് മി എ സെക്കൻഡ്. ഈ തേർഡ് പാർട്ടി ബ്രിഡ്ജ് എന്ന് പറയുമ്പോൾ ഇവിടെ എങ്ങനെ വർക്ക് ചെയ്യണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് രണ്ട് സിസ്റ്റം എടുക്കാം. ഒന്ന് സോയം എന്ന് പറയുന്ന ഒരു സിസ്റ്റവും, രണ്ട് SF നോൺ സക്സസ് ഫാക്ടേഴ്സും. ഓക്കെ. അപ്പൊ ഇപ്പോ സുരാഗ് CO2 എന്ന് പറയുന്ന ആ ഒബ്ജക്റ്റിന്റെ അകത്ത് കുറച്ച് ഡാറ്റ ഉണ്ട്. കാരണം കുറെ ഫീൽഡ് നമ്മൾ ഉണ്ടാക്കുമല്ലോ. അപ്പൊ അതിൽ കുറച്ച് ഡാറ്റ ഉണ്ടാവും. അപ്പൊ സ്വയം എന്ന് പറയുന്ന ഈ തേർഡ് പാർട്ടി സിസ്റ്റത്തിന് SF-ൽ നിന്ന് ഡാറ്റ എടുക്കണം. അപ്പൊ സ്വയം എന്ത് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ആദ്യം സ്വയം സെൻഡ് എ ക്വയറി വരുന്നുണ്ട്. നമ്മുടെ ക്വസ്റ്റ്യൻസ് സെൻഡ് എ ക്വയറി ടു SF. ആര് വഴിയാ? വയ API അല്ലേ? സെൻഡ് എ ക്വയറി ടു SF വയ API. ക്വയറി അല്ലെങ്കിൽ ഇടാം സെൻഡ് എ ക്വയറി വയ API ടു SF സിസ്റ്റം. SF സിസ്റ്റത്തിലോട്ട് പോകുന്നു. ഇനി SF എന്ത് ചെയ്യും? SF സിസ്റ്റം read the query via API, send back the listed data or send back the data related to query to സ്വയം. മനസ്സിലായോ? സ്വയം ഈ API ഉപയോഗിച്ച് ഒരു ക്വയറി SF-ന് സെൻഡ് ചെയ്യും. SF ആ ക്വയറി റീഡ് ചെയ്ത് അതേ API വഴി തിരിച്ച് സ്വയത്തിന് ഡാറ്റ സെൻഡ് ചെയ്യും. പക്ഷേ ഈ ഒരു പ്രോസസ്സിനെ നമ്മൾ വിളിക്കുന്നത് റീഡ് ഒൺലി എന്നുള്ളതാണ്. റീഡ് ഒൺലി. കാരണം ജസ്റ്റ് അവർക്ക് ഡാറ്റ കിട്ടിയാൽ മാത്രം മതി. ഇനി വേറൊരു കോൺസെപ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതേ കാര്യം ഇതിപ്പം റീഡ് ഒൺലി. അടുത്തെന്ന് പറയുന്നത് എഡിറ്റബിൾ എന്ന് പറയുന്ന കോൺസെപ്റ്റാണ്. ഇത്രയും കാര്യങ്ങൾ നടക്കും, സെയിം ഡേ നടക്കും. ഈ ഡാറ്റ എത്തിയതിനു ശേഷമാണ് സ്വയം അറിയുന്നത് സ്വയത്തിന്റെ കയ്യിലിരിക്കുന്ന അപ്ഡേറ്റഡ് ഡാറ്റ അല്ല,
സ്വയത്തിന്റെ കയ്യിൽ ഇരിക്കുന്ന അപ്ഡേറ്റഡ് ഡാറ്റയല്ല സിസ്റ്റത്തിന്റെ ഇരിക്കുന്ന മനസ്സിലാവുമ്പം സ്വയം എന്ത് ചെയ്യും? സ്വയത്തിന് ഇത് കറക്റ്റ് ചെയ്യാനുള്ള, ഇതിനെ അബ്സേർട്ട് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ട്. ഇതിനെ കറക്റ്റ് ചെയ്യുന്നതിന് അബ്സേർട്ട് എന്ന് വിളിക്കുന്നത്. സ്വയം found out the current data in SF is wrong. So via API, Swayam will send an upsert query. Upsert query in an upsert query to SF. SF-നായി അപ്സേർട്ട് ക്വയറി എന്ന് പറഞ്ഞാൽ അവരുടെ സിസ്റ്റത്തിലേക്കുന്ന ഡാറ്റ ഈ സിസ്റ്റത്തിലേക്ക് SF-ലേക്ക് അപ്സേർട്ട് ചെയ്യുക, അപ്ഡേറ്റ് ചെയ്യാൻ വേണ്ടി ഒരു ക്വയറി അങ്ങോട്ട് SF-ന് അയക്കും. SF will read and accept the upsert query. Query accept ചെയ്താലും via API വീണ്ടും send back the data, send back the upsert data related to the query to Swayam. എഡിറ്റബിൾ ആവുമ്പം സ്വയം ആദ്യം ഒരു ക്വയറി സെൻഡ് ചെയ്യും SF-നോട്ട്. SF അത് റീഡ് ചെയ്തിട്ട് ആ API വഴി തിരിച്ച് സ്വയമിന് അയച്ചു കൊടുക്കും. പക്ഷെ സ്വയം ആ കറണ്ട് ഡാറ്റ തെറ്റാന്ന് മനസ്സിലായപ്പോൾ വീണ്ടും അതേ API വഴി ഒരു അപ്സേർട്ട് ക്വയറി അങ്ങോട്ട് അയക്കും. അപ്സേർട്ട് ക്വയറി എന്ന് പറഞ്ഞാൽ അപ്ഡേറ്റ് ചെയ്യേണ്ട ഒരു ഇതായിരിക്കും, അല്ലെങ്കിൽ അപ്സേർട്ട് ഫയൽ തന്നെ അയക്കും. അപ്സേർട്ട് ഫയൽ ഒരു പ്രശ്നമില്ലല്ലോ. അപ്സേർട്ട് ഫയൽ അങ്ങോട്ട് അയക്കും ടു SF. SF will read and accept the upsert file via API, send back the upserted data to Swayam. മനസ്സിലായോ? ഇവിടെ എഡിറ്റബിൾ ഉണ്ട്. ഇനിയുള്ളത് നോട്ട് വിസിബിൾ. നോട്ട് വിസിബിൾ എന്ന് പറയുന്നതിന്റെ അർത്ഥം എന്താണ്? API ഉപയോഗിക്കത്തില്ല. അപ്പം ഇത് ക്രിയേറ്റ് ചെയ്യുന്ന സമയത്ത് API ഉപയോഗിക്കണോ വേണ്ടെന്നാണ് തീരുമാനിക്കുന്നത് നമ്മളാണോ അതോ കമ്പനിയാണോ? കമ്പനിയാണ്. നമുക്ക് അവരോട് ചോദിക്കാം ഇത് API അപ്സേർട്ട് ചെയ്യുന്നതാണോ അല്ലയോ എന്നുള്ളത് ചോദിക്കാൻ വേണ്ടി മാത്രം ചെയ്യാവുന്നതേ ഉള്ളൂ. അല്ലാതെ നമുക്ക് വേറെ ഒന്നും ചെയ്യാൻ പറ്റില്ല. ഞാനിപ്പോ ഇവിടെ തൽക്കാലം എഡിറ്റബിൾ കൊടുക്കുന്നു, കിടക്കട്ടെ. സ്റ്റാറ്റസ് ആക്റ്റീവ്. ഈ സുരാഗ് എന്ന് പറയുന്ന ഒബ്ജക്റ്റ്, ജനറിക് ഒബ്ജക്റ്റിന്റെ സ്റ്റാറ്റസ് ആണ്. ഓഫ് കോഴ്സ് നമുക്ക് ക്രിയേറ്റ് ചെയ്യുന്നതല്ലേ ഉള്ളൂ, അപ്പൊ തന്നെ ഇനാക്റ്റീവ് ആക്കാൻ പറ്റില്ലല്ലോ, തുടങ്ങുന്നല്ലേ ഉള്ളൂ ആക്റ്റീവ്. MDF വേർഷൻ ഹിസ്റ്ററി. ഓൾറെഡി നമ്മളിവിടെ എഫക്റ്റീവ് ഡേറ്റിംഗ് വെച്ചിട്ട് ഹിസ്റ്ററി ഉണ്ടാക്കുന്നുണ്ടല്ലോ. ഈ ഒരു ഡേറ്റ് ഇല്ലേ, നമ്മൾ ഒരു ഹിസ്റ്ററി ഉണ്ടാക്കുന്നുണ്ട്. പക്ഷെ ഇതിനെപ്പറ്റി അല്ല നമ്മളിവിടെ സംസാരിക്കുന്നത്. നമ്മളിവിടെ സംസാരിക്കുന്നത് ഈ ഉണ്ടാക്കുന്ന സുരാഗ് CO2 എന്ന് പറയുന്ന ഈ ഒരു ജനറിക് ഒബ്ജക്റ്റിന് ഇന്ന് നമ്മൾ കുറെ കാര്യങ്ങൾ സെറ്റ് ചെയ്ത് വെക്കും. ഫോർ എക്സാമ്പിൾ ഇന്നിപ്പോ എഡിറ്റബിൾ ആണ്. നാളെ ഒരു കാലത്ത് ആരെങ്കിലും വന്ന് റീഡ് ഓൺലി ആക്കിയാൽ നേരത്തെ എഡിറ്റബിൾ ആയിരുന്നുവെന്നും എന്നാണ് അത് റീഡ് ഓൺലി ആക്കിയെന്നുള്ളതിന്റെ ഹിസ്റ്ററി വേണ്ടേ നമുക്ക്? ആ ഹിസ്റ്ററിയെ പറ്റിയാണ് സംസാരിക്കുന്നത്. ഇത് MDF വേർഷൻ ഹിസ്റ്ററിയാണ്. കണ്ടോ, ഓഡിറ്റിംഗ് ഈസ് നൗ എനേബിൾഡ്. All record changes will create audit records from this point forward. You can view the default retention period or configure specific retention period for different audit data. Manage audit configuration എന്ന് പറയുന്ന ഈ പേജിനകത്ത് പോയി കഴിഞ്ഞ് നമ്മൾ ഈ സുരാഗ് CO2 എന്ന് പറയുന്ന ഈ ഒബ്ജക്റ്റ് കൊടുത്തു കഴിഞ്ഞാൽ ഇത് ക്രിയേറ്റ് ചെയ്ത, അത് ഇന്നത്തെ ഡേറ്റ് എന്താണ്, 21/1/2026 മുതൽ ഇനി അങ്ങോട്ട് എത്ര കാലം ഈ സുരാഗ് CO2 സിസ്റ്റത്തിലുണ്ടോ അതുവരെ നടന്ന എല്ലാ ചേഞ്ചസും, ഞാൻ പറഞ്ഞ ഡാറ്റ ചേഞ്ചസ് അല്ല, ഈ MDF എന്ന് പറയുമ്പോൾ ജനറിക് ഒബ്ജക്റ്റ്, ഈ ജനറിക് ഒബ്ജക്റ്റിന്റെ ചേഞ്ചസ് ഹിസ്റ്ററി അറിയാൻ വേണ്ടിയാണ്. മനസ്സിലായോ? ഡിഫോൾട്ട് സ്ക്രീൻ നമ്മൾ എത്തിയിട്ടില്ല, നമ്മൾ കൊണ്ടുവരും, പേടിക്കണ്ട. ഇവിടെ ഏത് കോഡ് കൊടുത്തോ അത് തന്നെ ഇവിടെ ലേബിൾ വന്നതാണ്, അതിവിടെ ജസ്റ്റ് മാറ്റുക, അത്രേ ഉള്ളൂ. സുരാഗ് CO2 നാക്കുക. ഇത് പുതിയതായിട്ട് ക്രിയേറ്റ് ചെയ്യുന്നുള്ളത് കൊണ്ട് ട്രാൻസ്ലേഷനെ കുറിച്ച് ബോധഡ് ആവണ്ട.
ഇതിപ്പോ നേരത്തെ ഒന്ന് സേവ് ആയിരുന്നു, അതുകൊണ്ട് വന്നതാണ്. കൂടുതൽ അങ്ങ് ബോധേഡ് ആവണ്ട. പക്ഷെ ഇതുപോലെ വരികയാണെങ്കിൽ ഒന്ന് ചെക്ക് ചെയ്തേക്കാം, ഡിഫോൾട്ടിൽ പോയി ചെക്ക് ചെയ്തേക്കാം, കറക്റ്റ് ചെയ്ത് കൊടുക്കുക. ഇനി API സബ് വേർഷൻ, നമ്മൾ API ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ മാത്രം അതിന്റെ ലേറ്റസ്റ്റ് വേർഷൻ സെലക്ട് ചെയ്താൽ മതി. ഇൻ കേസ് API ഉപയോഗിക്കുന്നില്ലെങ്കിൽ നോ സെലക്ഷൻ, ഇത്രേ ഉള്ളൂ. ഇത് SAP തന്നെ ബൈ ഡിഫോൾട്ട് ആയിട്ട് അവർ അപ്ഡേറ്റ് ചെയ്തോളും. ലേറ്റസ്റ്റ് വേർഷൻ ഇപ്പൊ നാളെ വേർഷൻ 1.2 ആണെങ്കിൽ അതോടെ വന്നോളും, നമ്മളൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല. ഇപ്പൊ സിസ്റ്റത്തിൽ വേർഷൻ 1.1 ആണ് കിടക്കുന്നത്, അതങ്ങ് ചൂസ് ചെയ്താൽ മാത്രം മതി API യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ. അതേ സമയത്ത് API ഇവിടെ നോട്ട് വിസിബിളോ നോ സെലക്ഷനോ ആണെങ്കിൽ ഇവിടെയും നോ സെലക്ഷൻ കൊടുക്കുക. ഓക്കെ ആണോ? ഈ കാണുന്ന ഫീൽഡ് എല്ലാം നമ്മൾ പിന്നെ ചെയ്യും, കാരണം 1 by 1 ചെയ്യുന്നതാണ്. ഒബ്ജക്റ്റ് കാറ്റഗറി എന്ന് പറയുന്നത്, പണ്ട് നമ്മൾ ഒബ്ജക്റ്റ് കാറ്റഗറിയെ ടെക്നിക്കൽ ആണോ, യൂസർ, ഇപ്പൊ എംപ്ലോയീസ് യൂസ് ചെയ്യുന്നതാണെങ്കിൽ എംപ്ലോയീസ് യൂസ് ചെയ്യണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിനെ നമുക്ക് പോർട്ട്ലെറ്റ് ആയിട്ട് കൊണ്ടുവരാൻ പറ്റും. ആ സമയത്ത് എംപ്ലോയിക്ക് യൂസ് ചെയ്യണമെങ്കിൽ യൂസർ ട്രാൻസാക്ഷണൽ, അല്ലാത്തത് വേറെ ടെക്നിക്കൽ ആണെങ്കിലോ കോൺഫിഗറേഷൻ ആണെങ്കിലോ കൊടുക്കുക. പണ്ട് ഇത് കൊടുക്കുമായിരുന്നു, ഇപ്പൊ ആരൊന്നും കൊടുക്കൂല, അതിന്റെ ആവശ്യമില്ല. ഒബ്ജക്ട് കാറ്റഗറി പോർട്ട്ലെറ്റ് ആയിട്ട് കൊണ്ടുവരേണ്ട ആവശ്യം? പോർട്ട്ലെറ്റ് ആയിട്ട് കൊണ്ടുവരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ അതായത് മാനേജ് ഡേറ്റയിൽ കൊണ്ടുവന്നു, മാനേജ് ഡേറ്റയിലാണ് നമ്മൾ കൊണ്ടുവരുന്നത് 90%. പക്ഷെ ഒരു 10% നമുക്ക് പോർട്ട്ലെറ്റ് ആയിട്ട് കൺവേർട്ട് ചെയ്യാൻ പറ്റും. അതിനെയാണ് കസ്റ്റം പോർട്ട്ലെറ്റ് എന്ന് പറയുന്നത്. നമുക്ക് മാനേജ് ബിസിനസ് കോൺഫിഗറേഷനകത്ത് കസ്റ്റം പോർട്ട്ലെറ്റ് ഉണ്ടാക്കാൻ പറ്റില്ലല്ലോ. HRIS എലമെന്റ് സ്റ്റാൻഡേർഡ് അല്ലേ ഉള്ളൂ, കസ്റ്റം ഇല്ലല്ലോ. ഇല്ല. അപ്പൊ കസ്റ്റമായിട്ട് ഒരു പോർട്ട്ലെറ്റ് കൊണ്ടുവരണമെങ്കിൽ നമുക്കൊരു വകുപ്പ് വേണ്ടേ? അതിനാണ് ജനറിക് ഒബ്ജക്റ്റ്. നമുക്ക് അടുത്ത സ്റ്റേജിലോട്ട് വരും, നമ്മൾ അടുത്ത സ്റ്റേജിലോട്ട് വരും, അത് വരുമ്പോൾ നമുക്ക് ചെയ്യാം. അപ്പം ഇതാണ് ഈ ഫീൽഡിന്റെ, ഈ സബ്ജക്ട് യൂസർ ഫീൽഡ് മുതൽ ഇതുവരെ ഉള്ളത് നമ്മൾ ഇനി അടുത്ത് ചെയ്യും, കാരണം ഇതിപ്പോ ഒന്നും എത്തിയിട്ടില്ല. ഇനി കുറച്ച് ഫീൽഡുകൾ നമ്മൾ കൊടുക്കുന്നുണ്ട്. ആ ഫീൽഡ് ഈ കമ്മ്യൂട്ടിംഗ് എലമെന്റ്സിന്റെ ഷോർട്ട് ഫോം ആണ്. ഇത് സ്റ്റാൻഡേർഡ് ആയിട്ട് യൂറോപ്പിൽ നടക്കുന്ന ഒരു സംഭവമാണ്, കമ്മ്യൂട്ടിംഗ് എലമെന്റ്സ്. അതിന്റെ ഷോർട്ട് ഫോം ആയിട്ടാണ് ഞാൻ CO2 എന്ന് ഇട്ടേക്കുന്നത്. ഇതിന്റെ ഉദ്ദേശം എന്ന് പറയുന്നത്, ഒരു എംപ്ലോയി അയാളുടെ വീട്ടിൽ നിന്ന് അയാളുടെ ഓഫീസിലോട്ട് വന്ന് തിരിച്ചു പോകുന്ന എത്ര കിലോമീറ്റർ ഉണ്ടെന്നും, ഫോർ എക്സാമ്പിൾ സുരാഗ് എന്ന് പറയുന്ന ആള് ഒരു ദിവസം വീട്ടിൽ പോയിട്ട് തിരിച്ചു വരുന്ന കിലോമീറ്റർ എന്ന് പറയുന്നത് 4 കിലോമീറ്റർ പോയിട്ട്, അപ്പൊ 2 കിലോമീറ്റർ ഓഫീസിലോട്ടും 2 കിലോമീറ്റർ താൻ വീട്ടിലോട്ടും വരും, മൊത്തം 4 കിലോമീറ്റർ. ഈ 4 കിലോമീറ്റർ താൻ എത്ര ദിവസം ആ വീട്ടിൽ വന്നു, അതായത് ഓഫീസിൽ വന്നു എന്നുള്ളത് നോക്കും. ഒരു 21 വർക്കിംഗ് ഡേയ്സിൽ താൻ 16 ദിവസം ഓഫീസിൽ വന്നു, ബാക്കി 4 ദിവസം വർക്ക് ഫ്രം ഹോം ആയിരുന്നു. അപ്പോൾ 16 ഇൻറ്റു ഈക്വൽ 16 ഇൻറ്റു ഓക്കെ ഈക്വൽ ഓക്കെ 16 ദിവസം ഇവിടെ ഉണ്ടായിരുന്നു, 16 ദിവസം ഓഫീസിൽ വന്നു, ഈക്വൽ 16 ഇൻറ്റു 4, 256 കിലോമീറ്റർ താൻ ശരിക്കും ഓഫീസിൽ 16 ദിവസം കൊണ്ട് ട്രാവൽ ചെയ്തു, അല്ലേ? ആണോ? അതെ. കാൽക്കുലേഷൻ തെറ്റിപ്പോയാൽ നോക്കട്ടെ. ഫോർമുല കൊടുത്തതല്ലേ, തെറ്റോ? സെറ്റാണ്, എന്നാലും ഒരു ഡൗട്ട്, കാരണം ഇത്രയും കാണുമ്പോഴേ. അതാ തെറ്റുണ്ട്. കാരണം 16 ഇൻറ്റു അങ്ങനെ പറ 64 കിലോമീറ്റർ മൊത്തം പോയിട്ടുണ്ട്. ഈ 64 കിലോമീറ്റർ പോയതിൽ കമ്പനി അല്ലെങ്കിൽ ഗവൺമെന്റ് എന്ത് ചെയ്യുന്ന വെച്ച് കഴിഞ്ഞാൽ, ഈ 64 കിലോമീറ്ററിനെ ഇൻറ്റു 0.23 യൂറോ ആയിട്ട് തിരിച്ചു കൊടുക്കും. അതായത് അടുത്ത മാസം സാലറി വരുമ്പോഴേക്കും സുരാഗിന് 14.72 യൂറോ കമ്പനി തിരിച്ചു തരും. ഇത്
കമ്മ്യൂട്ടിംഗ് എലമെന്റ്സ് എന്ന് പറയുന്നത് ഇപ്പൊ നെതർലാൻഡിൽ ഞങ്ങൾ ഇംപ്ലിമെന്റ് ചെയ്തൊരു സാധനമാണ്. അത് പല രാജ്യത്തും പല പേരിലുണ്ടെങ്കിലും ഇങ്ങനെ ഒരു സംഭവം ഉണ്ട്. കാരണം എംപ്ലോയീസിനെ കൂടുതൽ കമ്പനിയിൽ എൻകറേജ് ചെയ്ത് വരുത്താൻ വേണ്ടിയുള്ള ഒരു ഐഡിയ ആണ് അവന്മാരുടെ. ഇനി അവന്മാര് വന്നില്ലെങ്കിലും എന്തുകൊണ്ട് ഇത് കിട്ടുന്നില്ല എന്നുള്ളത് അവർക്ക് അറിയുകയും ചെയ്യാം. അപ്പം കമ്പനികളുടെ ഗുണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് എംപ്ലോയീസ് അറ്റ് എ ടൈം ഓഫീസിൽ എപ്പോഴും ഉണ്ടാവുകയും ചെയ്യും, കുറച്ചൊരു വർക്ക് ഫ്രം ഹോം എടുത്ത് പോവുകയും ചെയ്യും. അപ്പോൾ വെറുതെ വരണമെന്നില്ല, വരുമ്പോൾ നമ്മളെന്തെങ്കിലും തരും. നമ്മുടെ നാട്ടിലാണെങ്കിൽ ക്യാൻസർ പേഷ്യന്റ് ആണെങ്കിലും വന്നിട്ട് ഒപ്പിട്ട് പോകാനല്ലേ പറയുള്ളൂ, ഒന്നും തരൂലല്ലോ. അപ്പം ആ ഒരു വ്യത്യാസം അവിടെ ഉണ്ട്. അപ്പൊ ഇതിന് കുറെ കാറ്റഗറി ഉണ്ട്. അപ്പം ഇതിന് ഈ ഡീറ്റെയിൽസ് നമ്മൾ എംപ്ലോയിയുടെ കയ്യിൽ നിന്ന് കളക്ട് ചെയ്തല്ലേ പറ്റുള്ളൂ. പക്ഷെ അപ്പം നമ്മൾ ഈ കമ്മ്യൂട്ടിംഗ് എലമെന്റ്സിന് വേണ്ടി ഉണ്ടാക്കുന്ന ഈ ഫീൽഡ് മാനേജ് ഡേറ്റയിൽ മാത്രം വെച്ചിട്ട് കാര്യമില്ലല്ലോ. കാരണം എംപ്ലോയീസിന് മാനേജ് ഡേറ്റ വരാൻ പറ്റില്ലല്ലോ. ഇല്ല. അപ്പൊ നമ്മൾ അവരെ പോർട്ട്ലെറ്റ് ആക്കണ്ടേ. അപ്പൊ ആദ്യം നമ്മൾ ഇതിലെ മാത്രം ഫോക്കസ് ചെയ്തിട്ട് ലാസ്റ്റ് സ്റ്റേജ് ആണ് പോർട്ട്ലെറ്റ് ആക്കുന്നത്. അപ്പൊ കമ്മ്യൂട്ടിംഗ് എലമെന്റ്സിന് വേണ്ട കുറച്ച് ഫീൽഡുകൾ ഇന്ന് ഫീൽഡ് മാത്രം ലിസ്റ്റ് ഔട്ട് ചെയ്യുന്നു, ബാക്കി നമ്മൾ നാളെ ചെയ്യും. നമുക്ക് വേണ്ട ഫീൽഡുകൾ എന്ന് പറഞ്ഞാൽ ആദ്യത്തെ ഫീൽഡ് ഒന്ന് ടൈപ്പ്. ടൈപ്പ് എന്ന് പറയാൻ കാരണം ഇത് വാല്യൂ ആണ്. വാല്യൂസ് ടൈപ്പ് എന്ന് പറയാൻ കാരണം ഈ കമ്പനിയിലെ മാനേജർമാർ മുതൽ മുകളിലോട്ട്, ഫ്രം മാനേജർ ടു ദ ടോപ്പ്, അവർക്ക് ക്യാബ് പ്രൊവൈഡ് ചെയ്യും കമ്പനി. പക്ഷെ അതിൽ താഴോട്ടുള്ളവർക്ക് ക്യാബ് പ്രൊവൈഡ് ചെയ്യത്തില്ല. അപ്പൊ ക്യാബ് പ്രൊവൈഡ് ചെയ്യുന്നവർക്ക് ഒരു കാർഡ് കൊടുത്തിട്ടുണ്ട്. അപ്പൊ അവർക്ക് ആ കാർഡ് ചൂസ് ചെയ്താൽ മതി. കാർഡ് അല്ലാത്തവർക്ക് കമ്മ്യൂട്ടിംഗ് എലമെന്റ്സ് എന്ന് മെൻഷൻ ചെയ്യണം. അപ്പൊ ഈ ടൈപ്പ് എന്ന് പറഞ്ഞ ഫീൽഡിന്റെ അകത്ത് രണ്ട് വാല്യൂസ് നമ്മൾ കൊണ്ടുവരും. ഒന്ന് ബിസിനസ് കാർഡ് എന്നും ഒന്ന് കമ്മ്യൂട്ടിംഗ് അലവൻസ് എന്നും കൊണ്ടുവരും. കാണുന്നുണ്ടോ? അപ്പൊ ഈ ഫീൽഡിന്റെ അകത്ത് ഇങ്ങനത്തെ രണ്ട് ഡ്രോപ്പ് ഡൗൺ വരണമെങ്കിൽ ഈ ഫീൽഡ് എന്ത് ഡാറ്റ ടൈപ്പ് ആയിരിക്കണം? ഈ ഡ്രോപ്പ് ഡൗൺ വരുന്നതിന് എന്ത് ഡാറ്റ ടൈപ്പ് ആയിരിക്കണം? കസ്റ്റം അല്ല, അത് ഹിസ്റ്റോറിക്കൽ അല്ലല്ലോ, മറ്റേ ചെക്ക് ലിസ്റ്റ്. ചെക്ക് ലിസ്റ്റ് ആയിരിക്കണം വരേണ്ടത്. ഓർത്ത് വെക്കണം കേട്ടോ, പിക്ക് ലിസ്റ്റ്. അപ്പം ആ ഫീൽഡ് പിക്ക് ലിസ്റ്റ് ആയിരിക്കണം. രണ്ടാമത്തെ ഫീൽഡ് എന്ന് പറയുന്നത് ബിസിനസ് കാർഡ് ആണ് യൂസ് ചെയ്യുന്നതെങ്കിൽ അയാൾക്ക് കാർഡ് നമ്പർ എന്നൊരു ഫീൽഡ് കൊടുക്കണ്ടേ? കാർഡ് നമ്പർ ഫില്ല് ചെയ്യാൻ വേണ്ടി കാർഡ് നമ്പർ. അപ്പൊ അതൊരു എം ടി ഫീൽഡ്, വാല്യൂ എം ടി ഫീൽഡ് ആയിരിക്കും. എം ടി ഫീൽഡ് ആണെങ്കിൽ എന്ത് ഡാറ്റ ടൈപ്പ് ആയിരിക്കും? എം ടി ഫീൽഡ് ആണെങ്കിൽ എന്ത് ഡാറ്റ ടൈപ്പ് ആയിരിക്കും? ഫ്രീ ടെക്സ്റ്റ് ഏതാണ്? അതായത് എനിക്ക് ABCD എന്നോ എന്തോന്നോ ടൈപ്പ് ചെയ്യാം. അപ്പൊ അതിന് ഡാറ്റ ടൈപ്പ് ഏതായിരിക്കും? സ്ട്രിങ്. ഇത് മറന്നുപോയല്ലോ. മൂന്നാമത്തത് അല്ല, പ്രാക്ടീസ് ചെയ്തേ പറ്റുള്ളൂ. ഇനി കമ്മ്യൂട്ടിംഗ് എലമെന്റ്സ് ആണ് അവർ ചൂസ് ചെയ്യുന്നതെങ്കിൽ ഇനി ഏത് ടൈപ്പ് ഓഫ് ട്രാൻസ്പോർട്ടേഷനാ യൂസ് ചെയ്യണമെന്ന് കൊടുക്കണം. അപ്പോ മോഡ് ഓഫ് ട്രാൻസ്പോർട്ടേഷൻ എന്നാണ്. മോഡ് ഓഫ് ട്രാൻസ്പോർട്ടേഷന്റെ വാല്യൂസ് എന്ന് പറയുമ്പോൾ വാല്യൂസ് എന്ന് പറയുമ്പോൾ ഈ കാർഡ് നമ്പർ എന്ന് പറയുമ്പോൾ കാർഡ് നമ്പർ അത് എംപ്ലോയീസ് കാർഡ് നമ്പർ പ്രൊവൈഡ് ചെയ്യേണ്ടതുണ്ടോ? അതെ, അവര് കൊടുത്തോളൂ. അവരെ കൊടുക്കേണ്ടത്. കാരണം അവർ ഓരോരുത്തരുടെ കാർഡ് നമ്പർ അവർക്കല്ലേ അറിയാലോ. സോ അത് ഇവിടെ കൊടുക്കുന്നത് കമ്മ്യൂണിറ്റി എലമെന്റ്സ് കിട്ടാനായിട്ടാണ്. അപ്പൊ അത് അവരെ അല്ലല്ല, അവർക്ക് കിട്ടണ്ട. അവർക്കത് കിട്ടണ്ട. അവർക്കത് കിട്ടും.
അവർക്കത് കിട്ടും. പക്ഷെ അവർക്ക് ക്യാബിന്റെ അനുസരിച്ച് അങ്ങ് പൊറിപ്പിക്കോളൂ. കൂടുതൽ പറഞ്ഞുതരാം. കാരണം ഓക്കെ, മോഡ് ഓഫ് ട്രാൻസ്പോർട്ടേഷൻ 4 തരത്തിലുണ്ട്. ബൈക്കിലാണോ, കാറിലാണോ, പബ്ലിക് ട്രാൻസ്പോർട്ട് ആണോ, വാക്കിംഗ് ആണോ? ഒരു മാനേജർ അല്ലാത്ത ഒരു എംപ്ലോയി ഏത് തരത്തിലും വരാലോ. മാനേജറിന് മുതൽ മുകളിലോട്ടുള്ളവർക്ക് കാർട്ട് നമ്പർ കൊടുത്താൽ മതിയല്ലോ. കാരണം കമ്പനി പ്രൊവൈഡ് ചെയ്യുന്ന ക്യാബ് അല്ലേ. അപ്പൊ അവർക്ക് കൂടുതൽ എത്ര കിലോമീറ്റർ എന്ന് ഇവര് മാനേജർ കൊടുക്കേണ്ട കാര്യമില്ലല്ലോ. അവർക്ക് തന്നെ അറിയാലോ എത്ര കിലോമീറ്റർ ആണ് ഇവര് കവർ ചെയ്യുന്നുണ്ടെന്നുള്ളത്. ക്യാബ് വിടുകയല്ലേ. പക്ഷെ ഇതെന്ന് പറയുമ്പോൾ ഇവര് പറഞ്ഞാലേ അറിയത്തുള്ളൂ. ബൈക്കിലാണോ, കാറിലാണോ, പബ്ലിക് ട്രാൻസ്പോർട്ട് ആണോ, വാക്കിംഗ് ആണോ. അപ്പൊ മോഡ് ഓഫ് ട്രാൻസ്പോർട്ടേഷൻ ഈ 4 ഓപ്ഷൻ വാല്യൂ വരണമെന്നുണ്ടെങ്കിൽ ഡാറ്റ ടൈപ്പ് എന്തായിരിക്കും? ടിക്ക് ലിസ്റ്റ്. 4ാമത്തെ ഫീൽഡ് എന്ന് പറയുന്നത് ഇത് 4-ൽ ഏത് ചൂസ് ചെയ്താലും കിലോമീറ്റർ എന്ന് പറയണ്ടേ. കിലോമീറ്റർ വാല്യൂ. കിലോമീറ്റർ എന്തായാലും 1.1 എന്ന് പറയാം, 1.3 എന്ന് പറയാം, 2 കിലോമീറ്റർ എന്ന് പറയാം, 7 കിലോമീറ്റർ എന്ന് പറയാം, 7.9 എന്ന് പറയാം. അപ്പൊ പോയിന്റ് വരുമ്പോൾ നമ്മൾ ഏതാ യൂസ് ചെയ്യേണ്ടത്? ഡാറ്റ ടൈപ്പ് ഡെസിമൽ അല്ലേ. ഡെസിമൽ എന്നൊരു ഡാറ്റ ടൈപ്പ് നമുക്കുണ്ട്. ഡെസിമൽ. 5 എന്ന് പറയുന്നത് സപ്പോസ് ബൈക്കോ പബ്ലിക് ട്രാൻസ്പോർട്ടോ വാക്കിംഗ് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ വെച്ച് നിർത്താം. പക്ഷെ കാറാണ് യൂസ് ചെയ്യുന്നതെങ്കിൽ കാർ ആകുമ്പോഴേക്കും കമ്പനി പ്രെമിസസിൽ അവർ പാർക്ക് ചെയ്യണ്ടേ. അല്ലാതെ വഴി പോകുന്ന ഏതെങ്കിലും ഒരു ടാക്സി ആണെങ്കിൽ അത് പബ്ലിക് ട്രാൻസ്പോർട്ടായി മാറത്തില്ലേ. സ്വന്തം വണ്ടിയാണെങ്കിൽ. ബൈക്ക് ആണെങ്കിലും അവർക്ക് പ്രശ്നമില്ല, അവർക്ക് പബ്ലിക് ആയിട്ട് പാർക്ക് ചെയ്യാനുള്ള സ്ഥലങ്ങൾ കാണും. പക്ഷെ കാർ എന്ന് പറയുമ്പം ആ രാജ്യങ്ങളിൽ ആ കമ്പനി പ്രമിസിൽ തന്നെ പാർക്ക് ചെയ്യണമെന്നാണ്. അങ്ങനെ വരുമ്പോൾ കാറാണ് അവർ ചൂസ് ചെയ്യുന്നതെങ്കിൽ കാർ ബ്രാൻഡ് ഏതാണ്, കാർ കളർ ഏതാണ്, സ്പെല്ലിംഗ് തെറ്റിച്ചതല്ല, അവിടെ കളർ CLR ആണ്. കാർ നമ്പർ പ്ലേറ്റ് എന്താണ്, ഇനി പാർക്കിംഗ് ചെയ്യുന്നുണ്ടോ ഇല്ലയെന്നും കൂടെ കൊടുക്കണം. അപ്പം കാർ ബ്രാൻഡ്, കാർ കളർ, കാർ നമ്പർ പ്ലേറ്റ്, ഇത് 3ഉം ഒരു ഫ്രീ ടെക്സ്റ്റ് ഫീൽഡ് ആണ്. അപ്പൊ എന്തായിരിക്കും ഡാറ്റ ടൈപ്പ്? സ്ട്രിംഗ് അല്ലേ. അതൊരു ഫില്ല് ചെയ്യേണ്ടതാണല്ലോ. അല്ലാതെ കൊടുത്തൂടെ? എത്ര കാർ ബ്രാൻഡ് അടയ്ക്കും? എത്ര കാർ നടക്കില്ല. അതുകൊണ്ടാണ് ഫ്രീ ടെക്സ്റ്റ് കൊടുക്കുന്നത്. കാർ നമ്പർ പ്ലേറ്റ് എന്നുള്ളത്. ഇനി പാർക്കിങ്ങിന്റെ കേസ് വരുമ്പോഴേക്കും ഇവിടെ നമ്മൾ എസ് അല്ലെങ്കിൽ നോ ആണ് കൊടുക്കുന്നത്. അപ്പൊ എന്തായിരിക്കും ഇവിടെ? ഈ വാല്യൂസ് ആണ് വരേണ്ടത്. പിക്ക് ലിസ്റ്റ് ആണ് സാധാരണ നമ്മൾ നോക്കുന്നത്. പക്ഷെ ഇവിടെ നമുക്ക് എസും നോയും മാത്രം വന്നാൽ മതിയെങ്കിൽ നമുക്ക് ബൂളിയൻ എന്ന് പറയുന്ന ഒരു ഡാറ്റ ടൈപ്പ് ഉണ്ട്. പിക്ക് ലിസ്റ്റ് ഉണ്ടാക്കണ്ട, ഈ ഡാറ്റ ടൈപ്പ് കൊടുത്താൽ മതി. ബൂളിയൻ. യെസ് ഓർ നോ എന്നുള്ളത് ബൂളിയനിലുള്ളതാണോ അല്ലെങ്കിൽ? അല്ല, ബൂളിയൻ. എസ് നോയും മാത്രമല്ലേ വരത്തുള്ളൂ. ബൂളിയൻ വരും. ഇത് കണ്ടോ, ഡെസിമൽ വരും. അങ്ങനെ കുറെ ഉണ്ട്, അതൊക്കെ നമ്മൾ പഠിക്കും. ഓക്കെ, ബൂളിയൻ. ഇനി പാർക്കിങ്ങിന്റെ എസ് ആണ് കൊടുക്കുന്നതെങ്കിൽ പാർക്കിംഗ് ലോട്ട് നമ്പർ കൊടുക്കണം. പാർക്കിംഗ് ലോട്ട് നമ്പർ കൊടുക്കണം. അത് ഫ്രീ ടെക്സ്റ്റ് ആണ്, ഏതാണെന്നുള്ളത്. ഇല്ല, കമ്പനിക്ക് ഇപ്പം അവർക്ക് B1, B2, B3 എന്ന് പറഞ്ഞ് ഉണ്ടെങ്കിൽ അത് പിക്ക് ലിസ്റ്റ് ആയിരിക്കും. മനസ്സിലാവുന്നുണ്ടോ? ഇത്രയും ഫീൽഡുകളും ഇത്രയും ഡീറ്റെയിൽസും നമ്മൾ ഈ പറയുന്ന സുരാഗ് CO2 കൊണ്ടുവരണം. ഓരോ ഫീൽഡായിട്ട് ക്രിയേറ്റ് ചെയ്ത് കൊണ്ടുവരണം. തൽക്കാലം ഞാൻ ഇതിവിടെ വെച്ച് സേവ് ചെയ്യുന്നു. ലെറ്റ് ഇറ്റ് ബി. സേവ് ആയിട്ട് കിടന്നോട്ടെ. നാളെ നമ്മൾ വന്നിട്ട് ഈ ഫീൽഡ് 1 by 1 ആഡ് ചെയ്തതിന് ശേഷം മാത്രമേ നമ്മൾ മാനേജറിൽ എങ്ങനെയാണ് വരുന്നതെന്നും അതിനുശേഷം പോർട്ടലറ്റ് ആയിട്ട് എങ്ങനെ വരുന്നതെന്നും, അത് 2-3 days എടുക്കും. ഒറ്റ ദിവസം ഒന്നും എടുക്കത്തില്ല. പക്ഷേ ഈ റെക്കോർഡിംഗ് ഇന്നൊന്ന് നോക്കിയിട്ട് ഞാൻ ഈ പറഞ്ഞു തന്നതിൽ എന്തെങ്കിലും, ഈ ഫീൽഡ് വിടുക, ഈ പറഞ്ഞു തന്ന കാര്യങ്ങളിലെ കോൺസെപ്റ്റിൽ എന്തെങ്കിലും വ്യത്യാസം ബുദ്ധിമുട്ടുണ്ടോ എന്നുള്ളത് ഒന്ന് പറഞ്ഞു തരണം.
നാളെ നമ്മൾ ഈ ടോപ്പിക് തന്നെ എടുക്കും. കാരണം ഇതും ഏറ്റവും മേജർ ടോപ്പിക്കാണ്. കാരണം താൻ ഇത്രയും ദിവസം പഠിച്ചത് ബേസിക് ആണെങ്കിൽ ഇനി പഠിക്കുന്നത് ബേസിക് അല്ല. ഓക്കെ അതുകൊണ്ട് ചെറിയൊരു ഡൗട്ട് വന്നാലും അത് കംപ്ലീറ്റ് ചെയ്ത് പോകുന്നതാണ് തനിക്കും എല്ലാവർക്കും നല്ലത്. മനസ്സിലായി. ഓക്കെ ആണോ? ഓക്കെ. ഓക്കെ. നാളെ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് 12 നോക്കാം. മണിക്ക് 12 മണിക്ക് എക്സാക്ട് ടൈം. താങ്ക് യു. ഓക്കെ. താങ്ക് യു. See you tomorrow. Bye.